വൈദ്യുതി വകുപ്പ് നൽകിയതിൽ കെ മുരളീധരന് പക്ഷേ അതൃപ്തിയാണ്. വൈദ്യുതി വകുപ്പാണെങ്കിൽ ചുമതല ഏൽക്കാനാകില്ലെന്ന് കെ മുരളീധരൻ നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ളതാണ് വിവരം. അതേസമയം പാർട്ടി ഏത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും അത് ഭംഗിയായി നിർവഹിക്കുമെന്ന് മുരളീധരൻ 24-നോട് പറഞ്ഞു. പാർട്ടി ഏത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും അത് ഭംഗിയായി നിർവഹിക്കും. പേരിൽ ചില വകുപ്പുകളൊക്കെ ഏറുന്നേക്കുന്നുണ്ട്. പാർട്ടിയുടെ ഏതെങ്കിലും വകുപ്പ് അങ്ങേക്ക് താല്പര്യമുള്ളതെങ്കിലും ചോദിച്ചിരുന്നു? ഞാൻ ആ കാര്യം ചോദിച്ചിട്ടില്ല. ഏതാണ് വകുപ്പ് എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെ പാർട്ടിയുടെ ഭാഗത്ത് അങ്ങനെ വന്നിട്ടില്ല. ഇല്ല. പിന്നെ അങ്ങ് ഇപ്പോൾ UDF പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളിലൊക്കെ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അടക്കം അങ്ങ് കൂടി ഭാഗമായ ഒരു മന്ത്രിസഭ നാളെ അധികാരമേൽക്കുമ്പോൾ ആദ്യം ഏതിനാണ് പ്രഥമ പരിഗണന? എല്ലാ വാഗ്ദാനങ്ങളും പരിപാലിക്കും. പ്രത്യേകിച്ച് അത് ഘട്ടം ഘട്ടമായിട്ട് ആണ് എല്ലാ നയങ്ങളും നടപ്പാക്കുക. അതിനുള്ള രൂപരേഖയൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം UDF തയ്യാറാക്കുന്നുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. റിനു ശ്രീധരനുണ്ട് വിവരങ്ങളുമായി. റിനു, പുറത്ത് മുരളീധരൻ പറയുന്നത് പാർട്ടി എന്തേൽപ്പിച്ചാലും അത് അതുപോലെ ഏറ്റെടുക്കുമെന്ന് പുറത്തു നിന്ന് പറയുന്നുണ്ടെങ്കിലും അതല്ല സ്ഥിതി. വൈദ്യുതി വകുപ്പ് അങ്ങനെ തന്നാൽ താൻ ആ പരിസരത്തേ പോകില്ല എന്ന് പറയുകയും ചില ആവശ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുമുണ്ടല്ലോ. അനൂപ്, അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ UDF മന്ത്രിസഭയിൽ അല്ലെങ്കിൽ VD സതീശൻ മന്ത്രിസഭയിൽ പ്രധാനിയാണ് കെ മുരളീധരൻ. അതുകൊണ്ട് തന്നെ പ്രധാന വകുപ്പുകൾ വേണമെന്നുള്ളൊരു ആവശ്യം അദ്ദേഹം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഏത് വകുപ്പ് എന്നുള്ള ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നില്ല. പ്രധാനപ്പെട്ട വകുപ്പുകൾ ലഭിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുമ്പോഴും സംസാരിച്ചപ്പോഴും ഒക്കെ തന്നെ അദ്ദേഹം പ്രതികരിച്ചത് മാധ്യമപ്രവർത്തകരോട്. എന്തായാലും നിലവിൽ വൈദ്യുതി വകുപ്പാണ് അദ്ദേഹത്തിന്. ആദ്യഘട്ടത്തിൽ ആരോഗ്യ വകുപ്പാണ് എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്ത് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വൈദ്യുതി വകുപ്പ് അദ്ദേഹത്തിന് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ വൈദ്യുതി വകുപ്പുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതാണ് ഒരു നീരസം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ളൊരു എതിർപ്പാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. നേതൃത്വത്തെ വൈദ്യുതി വകുപ്പുമായി മുന്നോട്ട് പോകാൻ ഇല്ല എങ്കിൽ സത്യപ്രതിജ്ഞയ്ക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനവുമായി കെ മുരളീധരൻ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഒരു സമവായ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം പോയിട്ടുണ്ട്. എങ്ങനെയും കെ മുരളീധരനെ സമവായത്തിൽ എത്തിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിക്കുക എന്നുള്ളതാണ്. എന്തായാലും വൈദ്യുതി വകുപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വൈദ്യുതി വകുപ്പ് മാത്രമാണ് അദ്ദേഹത്തിന് നൽകുവാൻ വേണ്ടി അന്തിമമായിട്ടുള്ളൊരു തീരുമാനം UDFന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ഒരു സമവായ ചർച്ച ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും ആരോഗ്യ വകുപ്പ് ഇല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് പോകില്ല, സത്യപ്രതിജ്ഞയ്ക്കില്ല എന്നതടക്കമുള്ള ഒരു കാര്യമാണ് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സമവായത്തിലൂടെ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. ശരി, റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. ഇടഞ്ഞു നിൽക്കുകയാണ് മുരളീധരൻ എന്നുള്ള വിവരങ്ങൾ വരുന്നു. നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അനുനയ നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏത് വകുപ്പാണെങ്കിലും തനിക്കത് പ്രശ്നമില്ല എന്ന് പറയുന്നു. അനുപ, ഏറ്റവും പ്രധാന വകുപ്പ് ഏതാണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മുരളീധരൻ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതുകൂടിയാണ് അതിനർത്ഥം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.